Hi, so this is Super 30. ഇന്ന് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ രണ്ട് കിടുക്കാച്ചി പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇതിൽ കുട്ടികൾ എപ്പോഴും മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമുല ബേസ്, സെക്കൻഡ് ക്വസ്റ്റ്യനിലാണ് ഞാൻ പറഞ്ഞ ഈ പ്രശ്നം വരുന്നത്. സോ ലെറ്റ്സ് ഡു ദ ക്വസ്റ്റ്യൻസ്. If QF is the free charge on the capacitor plates and QB is the bound charge on the dielectric slab of dielectric constant K placed between the capacitor plates, the bound charge QB can be expressed as. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്, രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾ. നമുക്കറിയാം ഇതിലിങ്ങനെ ചാർജുകൾ ഉണ്ടായിരിക്കും, ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും. ഈ കപ്പാസിറ്ററിലുള്ള ചാർജിനെ നമ്മൾ QF എന്ന് വിളിച്ചു, ഫ്രീ ചാർജ് എന്ന് പറഞ്ഞു. ക്ലിയർ? ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഡൈലക്ട്രിക് സ്ലാബ് കൊണ്ടുവയ്ക്കുകയാണ്. അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണ്. ശരി, ഇനി ഇവിടെ സ്ലാബ് കൊണ്ടുവച്ചാൽ എന്താണ് സാർ ഉണ്ടാവുക? ഇതിൻ്റെ ഉള്ളിൽ കുറേ ചാർജുകളില്ലേ, ആ ചാർജിലെ മൈനസ് എന്ത് ചെയ്യും? പ്ലസിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. ഇവിടുത്തെ പ്ലസ് ചാർജ് എന്ത് ചെയ്യും? മൈനസിൻ്റെ അടുത്ത് പോയി നിൽക്കും. ക്ലിയർ? അപ്പോൾ ഈ ചാർജുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബൗണ്ട് ചാർജസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബൗണ്ട് ചാർജ് QB എന്താണെന്നാണ്. ബൗണ്ട് ചാർജ് എന്താണെന്നാണ്. ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, പഠിച്ചു വയ്ക്കുക. ഇതാണ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. QB ഈസ് ഈക്വൽ ടു ഫ്രീ ചാർജ് ഇൻറ്റു 1 - 1/K. ഇതെങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം എക്സാമിന് ഡെറിവേഷൻ്റെ ആവശ്യമില്ലല്ലോ. ശരി, ഒരു കാര്യം ഞാൻ പക്ഷേ പറഞ്ഞു തരികയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കും ഇവിടുത്തെ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? QBയുടെ അവിടെ സിഗ്മ ബി എന്ന് എഴുതുക. ഓക്കെ, QFൻ്റെ അവിടെ ഇവിടുത്തെ ഫ്രീ ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ്. ഓക്കെ, സോ ഇവിടെ സിഗ്മ എഫ് എന്ന് എഴുതുക ഇൻറ്റു 1 - 1/K. ചിലപ്പോൾ ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ചോദിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചു. ഇനിയിപ്പോൾ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതി വയ്ക്കണം. ക്ലിയർ? നൗ യു ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ മറ്റേ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ശ്രദ്ധിക്കാം, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എപ്പോഴും മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. എ സ്ലാബ് ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ഹാസ് ദ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ ആസ് ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു ഡൈലക്ട്രിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലേറ്റിൻ്റെ ഏരിയ A ആണെങ്കിൽ ഡൈലക്ട്രിക്കിൻ്റെ ഏരിയ എന്താണ്? അതും A തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ഇനി അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, തിക്നെസ് ഇവിടെ ഒരു ഡൈലക്ട്രിക് ഉണ്ട്, അതിൻ്റെ ഏരിയ A ആണ്. ഡൈലക്ട്രിക് സ്ലാബ് അതിൻ്റെ ഏരിയ A ആണ്, പക്ഷേ തിക്നെസ് എത്രയാണ് സാർ? തിക്നെസ് 3/4D ആണ്. ഇവിടെ D എന്ന് പറഞ്ഞാൽ എന്താ? D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള സെപ്പറേഷനാണ് D. അതിൻ്റെ 3/4 ടൈംസ് ആണ് എന്ത്? സ്ലാബിൻ്റെ അല്ലെങ്കിൽ ഡൈലക്ട്രിക് മെറ്റീരിയലിൻ്റെ തിക്നെസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ വെൻ ദ സ്ലാബ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഈ സ്ലാബ് ഈ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾ ഡയറക്റ്റ് ഫോർമുല പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ഡൈലക്ട്രിക്കിൻ്റെ പ്രസൻസിലുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് A × ε0 ഡിവൈഡഡ് ബൈ D - T ഇൻറ്റു 1 - 1/K. ഇവിടെ D എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ്. K എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ. ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇത് മിസ്റ്റേക്ക് എവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വാല്യൂസ് എഴുതാം. A ε0, D എന്താ? ഇവിടെ D ആണ് തന്നിരിക്കുന്നു. ദെൻ മൈനസ് ടിയുടെ വാല്യൂ, തിക്നെസ് എത്രയാണ്? 3/4 ടൈംസ് D ഇൻറ്റു 1 - 1/K. സോ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഈ ബ്രാക്കറ്റിലുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റിലുള്ളതിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം സുഹൃത്തുക്കളെ എന്ത് ചെയ്യാൻ? ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ശരി, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സീക്വൽ ടു അല്ലെങ്കിൽ ഉത്തരം തെറ്റുണ്ട്. ഉത്തരം എപ്പോഴും തെറ്റുന്നതാണ് ചെയ്യുമ്പോൾ. D മൈനസ് നോക്ക്, -3/4D കൊണ്ട് ഉള്ളിലേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3D/4 മൈനസ് പ്ലസ് 3D/4K എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ചെയ്യണം. യെസ്, ഇതിൽ നിന്ന് A ε0 D പുറത്തെടുത്തു, എല്ലാത്തിലും കോമൺ D പുറത്തെടുത്തു. അകത്തെന്തുള്ളത്? 1 - 3/4 പ്ലസ് 3/4K എന്നുണ്ട് അല്ലേ? ശരി സാർ, A ε0/D അല്ലെങ്കിൽ ε0 A/D എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? അത് ഡൈലക്ട്രിക് ഇല്ലാത്തപ്പോൾ ഉള്ള കപ്പാസിറ്റൻസാണ്. ε0 A/D എന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് ഇല്ലാത്തപ്പോൾ ഉള്ള നോർമലി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. അതിന് ഞാൻ C0 എന്ന് എഴുതി. നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക.
ഓക്കെ ശരി, സി നോട്ട് എന്നാണ് എഴുതുക. അപ്പോൾ അതിന് ഞാൻ സി നോട്ട് എന്ന് എഴുതി. സോ ഞാൻ നമുക്ക് ഈ സാധനത്തിനെ സി നോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ താഴെ എന്തുള്ളത് 1 - 3/4. ഇത് എത്രയാണ് സാർ? ഇതിൽ നിന്നൊരു ഇവിടെ ഒരു 1/4 ഉണ്ട്, ദെൻ പ്ലസ് 3/4k ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനിതിൽ 4 കോമൺ അല്ലേ, 4നെ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെയുള്ള 4നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? സി നോട്ടിൻ്റെ കൂടെ എഴുതി, അല്ല 4നെ പുറത്തെടുത്തു. ഇവിടെ വരുന്ന 4നെ സി നോട്ടിൻ്റെ അവിടേക്ക് എഴുതി കൂടെ, സി നോട്ട് ഇൻറ്റു 4 എന്ന് എഴുതി. താഴെ എന്തുള്ളത്? താഴെയുള്ളത് 1 + 3/k ആണ്. അതായത് സി നോട്ട് ഉണ്ട് സാർ, 4 ഉണ്ട് സാർ. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? k + 3/k. യെസ് ഓർ നോ? k + 3/k. k + 3/k. കെനി മുകളിലേക്ക് എഴുതി കൂടെ. സോ 4 ഉണ്ട് സാർ, പിന്നെന്താണുള്ളത്? k ഉണ്ട് സാർ, k മുകളിലേക്ക് വന്നു. സി നോട്ട് ഉണ്ട് സാർ, k + 3 ഉണ്ട് സാർ. യെസ് ഓർ നോ? ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്.